ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗൗതമിൻ്റെയും അളകനന്ദൻ്റെയും പിങ്കിയുടെ നാളത്തെ ഒരു സൂപ്പർ പ്രൊമോ സെഷനിലേക്ക് സ്വാഗതം. എന്തായാലും നാളത്തെ രസകരമാകുന്ന ചില നിമിഷങ്ങൾ നമുക്ക് വേണ്ടി നന്ദയുടെയും ഗൗതമിൻ്റെയും കഥയിൽ നമുക്ക് കാണാൻ കഴിയും. കാരണം ഒരു അതിഥി താരം ഇന്ത്യപുരത്ത് കാലുകുത്തുന്നു, അത് നന്ദയ്ക്ക് അനുകൂലമാകുന്ന ചില സാഹചര്യങ്ങൾക്ക് വഴിയൊരുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും നാളത്തെ എപ്പിസോഡ് ആദ്യം ആരംഭിക്കുന്ന നന്ദയ്ക്ക് ഒരുപാട് ദുഃഖങ്ങൾ നിറഞ്ഞ നിമിഷങ്ങളുമായിട്ടാണ്. കാരണം ഏട്ടത്തിയമ്മയുടെ അവസാന വാക്ക്, ഇനി നന്ദ പിങ്കിയെ ഒരു കാരണവശാലും ശല്യം ചെയ്യുവാനോ പിങ്കിയുടെ യാതൊരു കാര്യത്തിലും ഇടപെടാൻ പാടില്ല. മറിച്ച് ആ സ്ഥാനത്ത് നന്ദയുടെ അതേ ഉത്തരവാദിത്തമുള്ള ഗൗതം പിങ്കിയുടെ എല്ലാ കാര്യങ്ങളും നോക്കട്ടെ. അതെൻ്റെ അവസാന വാക്കാണ്. ഇത് തെറ്റിച്ചാൽ ഞാൻ ആരാണ് എന്ന് ഞാൻ കാണിച്ചു തരാമെന്നൊരു അന്ത്യശ്വാസനം കൊടുക്കുന്ന ഏട്ടത്തിനെ കാണുകയാണ്. അതിന് വേറൊരു വാക്കില്ല കേട്ടോ. ഇന്ത്യപുരത്ത് വേറെ ആർക്കും ഇനി ശബ്ദമുയർത്തുവാൻ കഴിയത്തില്ല. ഗൗതമനും നന്ദയ്ക്കോ ലക്ഷ്മിക്കോ അല്ലെങ്കിൽ ആർക്കും ഗൗതമിൻ്റെ അച്ഛന് പോലും ശബ്ദമുയർത്തുവാൻ കഴിയാത്ത സാഹചര്യമാണ് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. എന്തായാലും വളരെ പെട്ടു നിൽക്കുന്ന സാഹചര്യമാണ് നന്ദയ്ക്ക്. നന്ദ അങ്ങനെ വളരെ വിഷമത്തോടു കൂടി തൻ്റെ റൂമിൽ ചെന്ന് ഗൗതമിനോട് തൻ്റെ പരാധീനതകളും അല്ലെങ്കിൽ തൻ്റെ സങ്കടവും തുറന്നു പറയുന്ന നിമിഷമാണ്. ഗൗതമിനോട് പറയുകയാണ്, സാർ എനിക്കറിയാമായിരുന്നു ഇതിങ്ങനെയൊക്കെ വരുമെന്ന് എനിക്കറിയാമായിരുന്നു. എൻ്റെ ജീവിതം കളയുക എന്നുള്ളതായിരുന്നു പിങ്കിയുടെ ലക്ഷ്യം. അത് ഏറ്റവും വേഗത്തിൽ നടക്കുക എന്നുള്ളതും ഏറ്റവും ഇപ്പോൾ സംഭവിക്കാൻ പോകുന്ന കാര്യമാണ്. ഇപ്പോഴിങ്ങനെയാണെങ്കിൽ കുഞ്ഞിനെ പ്രസവിക്കാൻ സമയമാകുമ്പോൾ പിങ്കിയുടെ സ്വഭാവം എന്തായിരിക്കും എന്ന് ചിന്തിച്ചു നോക്കിയ സാർ, എല്ലാം ഇങ്ങനെയൊക്കെ വരുള്ളൂ, ഇതൊരു വലിയ നാശത്തിലേക്ക് കലാശിക്കത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് നന്ദ തൻ്റെ പരാതികൾ ഗൗതമിനെ പറഞ്ഞ് പേടിപ്പിക്കുന്ന ചില നിമിഷങ്ങളൊക്കെ കാണാം. അപ്പം ഗൗതം പറയുന്നു, ഇല്ല നന്ദ, അങ്ങനെയൊന്നും സംഭവിക്കില്ല, നമ്മുടെ കുഞ്ഞല്ലേ അവളുടെ വയറ്റിൽ ജനിച്ചിരിക്കുന്നത്, അപ്പോൾ നമുക്ക് അതിന് ഉത്തരവാദിത്തം ഉണ്ടല്ലോ. പക്ഷേങ്കിൽ എനിക്കിപ്പോൾ അതിന് പറ്റുന്നില്ലല്ലോ. എനിക്ക് പിങ്കിയെ കാണുവാനോ പിങ്കിയുടെ അടുക്കൽ ചെല്ലുവാനോ എൻ്റെ കുഞ്ഞിനെ ഒന്ന് തൊടുവാൻ പോലും അനുവാദമില്ലല്ലോ സാർ എന്നൊക്കെ പറയുകയാണ്. ഇതിങ്ങനെ അവസാനം ഇത് വലിയ നാശത്തിലേക്ക് എത്തും തന്നെ നന്ദ മനസ്സ് തുറന്ന് പറയുന്ന ചില നിമിഷങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഗൗതമനോട് പറയാണ്, ഗൗതം സാറിനോട് ഞാൻ അന്നേരെ പറഞ്ഞതല്ലേ, അപ്പോഴേ പറഞ്ഞതല്ലേ ഇതിങ്ങനെ വലിയൊരു വിഷയമുണ്ടാകും, അതുകൊണ്ടാണ് സരോഗസയ്ക്ക് പിങ്കിനെ വേണ്ടെന്ന് ഞാൻ പറഞ്ഞത്. സാർ എൻ്റെ വാക്കിന് ഒരു പുല്ലുവില പോലും തരാത്തത് കൊണ്ടല്ലേ ഇപ്പോൾ ഞാനിങ്ങനെ അനുഭവിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് നന്ദ പൊട്ടിക്കരയുക ഗൗതമിൻ്റെ മുൻപ് കേട്ടോ. എന്തായാലും ഗൗതം നന്ദയെ ചേർത്ത് നിർത്തി പറയില്ല, ഒരു കാരണവശാലും ഇല്ല, ഞാൻ സമ്മതിക്കില്ല, നിന്നെ ഒഴിവാക്കിക്കൊണ്ട് ഞാൻ പിങ്കിയുടെ അടുക്കൽ പോവുകയോ പിങ്കിയെ സംരക്ഷിക്കുവാനോ പിങ്കിയെ കരുതുവാനോ ഞാൻ തയ്യാറല്ല. അത് നീ 100% നീ എന്നെ വിശ്വസിക്കണം, നീ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് ചിന്തിക്കില്ലെന്നൊക്കെ പറഞ്ഞ് നന്ദയെ ആശ്വസിപ്പിക്കുകയും തന്നെ നെഞ്ചോട് ചേർക്കുകയും ചെയ്യുന്ന ചില നല്ല നിമിഷങ്ങളൊക്കെ നാളത്തെ എപ്പിസോഡിൽ കാണാം. അതിനുശേഷം കാണുന്ന പിങ്കിയും ചിറ്റയും ചിറ്റയും കൂടി സന്തോഷം പങ്കിടുന്ന ചില നിമിഷങ്ങളൊക്കെയാണ്. കാരണം തങ്ങളുടെ പ്ലാനുകൾ നടന്നു. എങ്ങനെയെങ്കിലും നന്ദ എന്ന ഈ ശല്യത്തെ ഒഴിവാക്കി തങ്ങളെ ശല്യം ചെയ്യുവാൻ, പിങ്കിനെ ശല്യം ചെയ്യുവാൻ എക്സസൈസിൻ്റെ കാര്യം പറഞ്ഞും ജ്യൂസിൻ്റെ കാര്യം പറഞ്ഞും അതുപോലെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് ഇനി ഒരു കാരണവശാലും നന്ദ ഈ തൻ്റെ റൂമിൽ വരല്, അതായിരുന്നല്ലോ തൻ്റെ ലക്ഷ്യം. മാത്രമല്ല ഗൗതം തന്നെ സംരക്ഷിക്കുന്നുണ്ട് എന്നൊരു ഉറപ്പുവരുത്തുകയൊക്കെ ആയിരുന്നു പിങ്കിയുടെയും അതുപോലെ ഗിരിജയുടെയും ഒക്കെ ലക്ഷ്യം. അത് നടന്നതിൻ്റെ ഒരു സന്തോഷം പങ്കിടുന്ന ചില നല്ല ഒരു രസകരമാകുന്ന നിമിഷങ്ങളൊക്കെ നാളത്തെ എപ്പിസോഡിൽ കാണാം. എന്നാൽ ഇതിനിടയിലും നന്ദ നുഴഞ്ഞു കയറി ചെന്ന് പിങ്കിയുടെ ക്ഷേമം അന്വേഷിക്കുകയും അങ്ങനെ തൻ്റെ കുഞ്ഞിനെ കാണുവാനുള്ള ഒരു അനുവാദം തനിക്കുണ്ട് എന്ന്, അല്ലെങ്കിൽ അധികാരമുണ്ട് എന്നൊക്കെ പിങ്കിയോടും അതുപോലെ ഗിരിജയോടും പറയുന്ന ചില നല്ല നിമിഷങ്ങളും അങ്ങനെ ഒടുവിൽ വാക്കുതർക്കമുണ്ടാക്കി പിന്നെ വീണ്ടും നന്ദ മടങ്ങിപ്പോവുകയും ചെയ്യുന്ന ചില നിമിഷങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നാളത്തെ എപ്പിസോഡിൽ. അതിനുശേഷം കാണുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട വിശേഷം എന്ന് പറഞ്ഞാൽ നാളെ ഒരു അതിഥി താരം ഇന്ത്യപുരത്ത് കാലുകുത്തുന്നു എന്നുള്ളതാണ്. എന്തായാലും ഇന്ത്യപുരത്ത് കുറച്ച് കാലങ്ങളായിട്ട് ഒത്തിരി അതിഥി താരങ്ങൾ എത്തുന്നുണ്ട്. അത് പലപ്പോഴും നന്ദയ്ക്ക് പ്രതികൂലമായിട്ട് തന്നെയാണ് ബാധിച്ചിരിക്കുന്നത്. ആദ്യ സമയങ്ങളിലൊക്കെ അനുകൂലമായിരുന്നുവെങ്കിലും പിന്നീട് പ്രതികൂലമായിട്ട് തന്നെ നന്ദയ്ക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന ചില നിമിഷങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞ പോലെ നാളെ മുതൽ ഒരു പുതിയ താരം, ഒരു പുതിയ അവതാരം ഇന്ത്യപുരത്ത് കാലുകുത്തുന്നു. അത് ആരാണ് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് നാളത്തെ റിയൽ വിശേഷത്തിലേ കാണാൻ കഴിയത്തുള്ളൂ. എന്തായാലും ഈ മണ്ഡലകാലം ആയതുകൊണ്ട് തന്നെ ഒരു സന്യാസി വേഷത്തിൽ എത്തിയിരിക്കുന്ന ഈ താരം, ഈ പുരുഷൻ
നന്ദയുടെ രക്ഷകനായി മാറുവാനാണ് ഏകദേശം നമുക്കെല്ലാവർക്കും നമ്മളെല്ലാവരും വിശ്വസിക്കുന്ന അങ്ങനെ തന്നെ ആയിരിക്കട്ടെ എന്ന് നമ്മളും ആശംസിക്കുകയാണ്. കാരണം നന്ദയ്ക്ക് ഇതുവരെയും എല്ലാം പ്രതികൂലമായിരുന്നു. എന്നാൽ ഈ സന്യാസി വേഷത്തിലെത്തിയ വ്യക്തി, ഈ പുതിയ അതിഥി നന്ദനെ സംരക്ഷിക്കുവാനും നന്ദയുടെ എല്ലാ ബുദ്ധിമുട്ടുകളും എല്ലാ വേദനകളും മനസ്സിലാക്കി നന്ദയെ ഈ പിങ്കിയുടെ തന്ത്രത്തിൽ നിന്ന് രക്ഷിക്കുവാൻ കഴിയുന്ന ഒരു വ്യക്തിയായി മാറട്ടെ എന്ന് മാത്രമാണ് നമുക്ക് ആശംസിക്കാൻ കഴിയുന്നത്. എന്തായാലും നാളത്തെ റിയൽ വിശേഷത്തിലെ ഈ അതിഥി താരം ആരെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയത്തുള്ളൂ. എന്തായാലും ഈ അതിഥി താരം വരുമ്പോൾ ഇന്ത്യപുരം തറവാടുകാർ മൊത്തം അന്താളിച്ച് നിൽക്കുന്ന ചില നിമിഷങ്ങളൊക്കെയാണ്. ഇതാരാണ് വീണ്ടും ഒരു സന്യാസി വേഷത്തിൽ എത്തിയിരിക്കുന്ന ഈ താരം എന്നുള്ള രീതിയിൽ ഏട്ടത്തിയും ലക്ഷ്മിയും അതുപോലെ ഗൗതമും നന്ദയും എല്ലാം അന്താളിച്ച് നിൽക്കുന്ന ഒരു നിമിഷമൊക്കെ നാളത്തെ എപ്പിസോഡിൽ കാണാം. എന്തായാലും ഇതൊരു പ്രമോ ശേഷമാണ്. നാളത്തെ റിയൽ വിശേഷവുമായി കാണും വരെ എല്ലാവർക്കും ഗുഡ് ബൈ.